ഡോക്ടർ ജിൻഡോ ജോൺ, പരീക്ഷാ പരിഷ്കരണ ബില്ലിലേക്ക് വരൂ, ഇതാണ് ചർച്ച ചെയ്യേണ്ടത്, ഇത് രണ്ടും രണ്ടാണ്, ഈ വിഷയം ചർച്ച ചെയ്യൂ എന്നാണ് ആവർത്തിച്ച് ഇന്ന് കേന്ദ്രമന്ത്രിമാരടക്കമുള്ളവർ പ്രതിപക്ഷത്തിന്റെ ഓരോ ചോദ്യങ്ങളുടെയും പരീക്ഷാ പരിഷ്കരണ ബില്ലിലേക്ക് വലിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിച്ച പ്രയോഗം എന്ന് പറയുന്നത്. അവിടെ ഇത് നോക്കൂ, ഇപ്പം അഡ്വക്കേറ്റ് എ റഹീം പറഞ്ഞതുപോലെ ആരാണ് ഇത്രയധികം ഫോഴ്സ് ഉപയോഗിക്കാനുള്ള നിർദ്ദേശം നൽകിയത്, ഇങ്ങനെ ഫോഴ്സിനെ ഉപയോഗിക്കാനുള്ള നിർദ്ദേശം നൽകിയത്? അമിത്ഷാ നേരിട്ട് നിർദ്ദേശം നൽകിയതാണ് എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ അത് സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുകയാണ്. ഇന്ന് സത്യം പറഞ്ഞാൽ സഭയിൽ പറഞ്ഞതൊന്നും സഭാരേഖകളില്ല എന്നുള്ളതാണ്. ജോൺ ബ്രിട്ടാസിന്റെ ഈ പ്രസംഗം അപ്പാടെ നീക്കി എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതിനോടൊപ്പം രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾ 1, 2, 3 നീക്കം ചെയ്തിരിക്കുന്നു. അങ്ങനെ ഇന്ന് സഭയിൽ പറഞ്ഞിരിക്കുന്നത് ചരിത്രപ്രധാനമായ ഒരു കാര്യം, ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം പറയുന്ന അഭിപ്രായങ്ങൾ, പരീക്ഷാ പരിഷ്കരണ ബില്ലിലെ പ്രധാനപ്പെട്ട ചർച്ചകൾ, ഇതൊന്നും സഭാരേഖകളിലില്ല. ഇങ്ങനെയാണോ സഭ മുന്നോട്ട് കൊണ്ടുപോവുക? ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവരിൽ നിന്ന് ജനാധിപത്യപരമായിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള നീതി പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. 12 വർഷമായിട്ട് നമ്മൾ ഈ രാജ്യത്തിന്റെ പാർലമെന്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ മറ്റൊരു ആവർത്തനം എന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഇനി അമിത്ഷായോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ മറുപടി പറയേണ്ട ഒരു ഘട്ടം വന്നാൽ മറുപടി പറയാൻ പോകുന്നതും ജവഹർലാൽ നെഹ്റുവിന് തുമ്മലുണ്ടാക്കുന്ന രീതിയിൽ സ്വൈര്യക്കേട് കൊടുക്കാനേ നോക്കുകയുള്ളൂ. ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആരുമില്ല. ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആളില്ല എന്ന് പറഞ്ഞാൽ ആണി തറച്ച ലാത്തി കൊണ്ട് അടിച്ചതിന് ഉത്തരവാദിത്തമാർക്കാ? കേന്ദ്ര ആഭ്യന്തര വകുപ്പിനാണ്, ആഭ്യന്തര മന്ത്രാലയത്തിനാണ്. പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചതും AK-47 ഉപയോഗിച്ചതും ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ചുമ്മാ വീട്ടിൽ നിന്ന് രാവിലെ യൂണിഫോം ഇട്ട് ഇറങ്ങി വരുമ്പോൾ ഇഷ്ടമുള്ള തോക്കും ആയുധം എടുത്തിട്ട് വന്ന ആളുകളെ ആക്രമിക്കുകയല്ലോ. കൃത്യമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ കയ്യിൽ ഈ ആയുധങ്ങൾ എത്തുന്നതും അവരത് ഉപയോഗിക്കുന്നതും. ഇനി ആയുധം ഉപയോഗിച്ചത് ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ സ്വന്തം താല്പര്യപ്രകാരമാണെങ്കിൽ, ആയുധം ഉപയോഗിച്ചപ്പോൾ പരിക്കേറ്റ കുട്ടികൾക്ക് ചികിത്സ നിഷേധിച്ചത് എന്തുകൊണ്ടാണ്? ആരോഗ്യ പ്രവർത്തകരെ പോലും അങ്ങോട്ട് എത്തിക്കാതെ, ആശുപത്രി സൗകര്യങ്ങൾ കൊടുക്കാതെ ചികിത്സ നിഷേധിച്ചത് എന്തായാലും സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായിരിക്കുമല്ലോ. ഭക്ഷണം വിതരണം ചെയ്യുന്ന ഏജൻസികളോട് നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയും ഹോട്ടൽ ഉടമകളെ അതിന്റെ പേരിൽ അവരെ തേജോവധം ചെയ്യാൻ നോക്കുകയും അവരെ ഭീഷണിപ്പെടുത്താൻ നോക്കുകയൊക്കെ ചെയ്യുന്നത്, ഇന്റർനെറ്റ് നിരോധിക്കുന്നത്, ഇതെല്ലാം സർക്കാരിന്റെ തീരുമാനമായിരുന്നല്ലോ. അപ്പോൾ ലാത്തി ഉപയോഗിച്ചതും ആയുധം ഉപയോഗിച്ചതും മാത്രം സർക്കാരിന്റെ ഉത്തരവാദിത്തം അല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ രാജ്യമായ ഇന്ത്യ, ഇപ്പോഴും നമ്മൾ അങ്ങനെയൊക്കെ പറയുന്നു, വിശ്വസിക്കുന്നു. സ്വാഭാവികമായിട്ട് ആ വാക്കുകൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഈ ബില്ലിനെ കുറിച്ച് ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട സാഹചര്യം കൂടി ചർച്ച ചെയ്യപ്പെടണമല്ലോ. ഈ കുട്ടികളെ അന്യായമായി ആക്രമിച്ച, അനീതി നടത്തിയ ആളുകൾക്കെതിരെ നടപടി വേണ്ടേ? അപ്പോൾ ആ വാക്കുകൾ പാലിക്കുന്നില്ല. ഇപ്പോൾ ഐഷി ഘോഷിനെതിരായിട്ടുള്ള നടപടിക്രമം, ഞാൻ പറയുന്ന ഈ രാജ്യത്ത് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിലേക്ക് കയറി ചെല്ലുന്നതിന്റെ രീതി ജനാധിപത്യ രാജ്യത്തിന് ചേരുന്ന രീതിയിലല്ല അത് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായം പല കാര്യത്തിലും CPM-നോടുണ്ട്. പക്ഷേ CPM-ന്റെ ഓഫീസ് എന്നല്ല മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിലേക്കും ആ രീതിയിലല്ല ചെല്ലേണ്ടത്. യൂണിഫോം ഇല്ല, നെയിം ടാഗ് ഇല്ല, യാതൊരുവിധ ഔദ്യോഗിക വാഹനങ്ങളിലോ ഒന്നുമില്ല. ആരൊക്കെയോ വന്ന് ആരെയൊക്കെയോ അറസ്റ്റ് ചെയ്യുന്ന പരിപാടിയായിട്ട് പോവുകയാണ്. അതും 5 വർഷം മുമ്പുള്ള ഒരു കേസിന്റെ പേരിൽ പകയിൽ പടച്ചെടുത്ത കേസ് എന്ന് തന്നെ പറയേണ്ടി വരും. ഐഷി ഘോഷ് ഒരു ദേശദ്രോഹിയോ തീവ്രവാദിയോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ രാജ്യദ്രോഹം ചെയ്യുന്ന ആളൊന്നുമല്ല. ഈ രാജ്യത്തിന്റെ തെരുവിൽ വിദ്യാർത്ഥികളോടൊപ്പം സമരം ചെയ്ത ഒരു വിദ്യാർത്ഥി നേതാവാണ്. അപ്പോൾ അതിനുശേഷം അവരെ അറസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യം കാണിച്ച് പ്രത്യേക താല്പര്യത്തോടെ ചെല്ലുന്നുണ്ടെങ്കിൽ അത് അവരോടുള്ള പകയുടെ പുറത്ത് തന്നെ ചെന്ന കേസാണ്. മാത്രമല്ല, ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവരുടേത് ഉൾപ്പെടെ ഈ രാജ്യത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളിൽ പെടുന്ന വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒക്കെ ഫോൺ രേഖകളിൽ അത് ടാപ്പ് ചെയ്യുന്നുണ്ട്, പരിശോധിക്കപ്പെടുന്നുണ്ട്. അതൊക്കെ നിരീക്ഷണത്തിലാണെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. ആളുകളുടെ സ്വകാര്യത പോലും ഇവർ ചോദ്യം ചെയ്യുന്നുണ്ട്, അതുപോലും ഇവർ ഒളിഞ്ഞു നോക്കുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ കേവലമായ ബില്ലിന്റെ ചർച്ച മാത്രമല്ല. ഇനി രണ്ടാമത്തത്, സഭാരേഖകളിൽ നിന്ന് ജോൺ ബ്രിട്ടാസിന്റെയും രാഹുൽ ഗാന്ധിയുടെയും പ്രതിപക്ഷ നേതാക്കന്മാരുടെ പ്രസംഗങ്ങളുടെ ഭാഗവും നീക്കം ചെയ്തതുകൊണ്ട് രാജ്യത്തെ മനുഷ്യരുടെ ഓർമ്മയിൽ നിന്ന് അത് നീക്കം ചെയ്യപ്പെടുന്നില്ല. അങ്ങനെ ഓർമ്മകളിൽ നിന്ന് അത് നീക്കം ചെയ്യപ്പെടുന്നുണ്ടായിരുന്നെങ്കിൽ ഈ ആളുകളൊക്കെ തെരുവിലിറങ്ങുമ്പോൾ ഇവർക്ക് ഭയമുണ്ടായേനെ. അപ്പൊ ഭയമില്ലാതെ ആളുകൾ തെരുവിലിറങ്ങി ഇപ്പോഴും പോരാടുന്നുണ്ടെങ്കിൽ, ഇപ്പോഴും അതിക്രമം ഏറ്റിട്ടും സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടാൻ ആളുകൾ തയ്യാറാകുന്നുണ്ടെങ്കിൽ സഭാരേഖകളിൽ നിന്ന് മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. മനുഷ്യരുടെ മനസ്സിൽ നിന്ന് ഈ പറഞ്ഞ ഒരു വിഷയവും മാറ്റാൻ പറ്റില്ല എന്നുള്ള കാര്യം BJP ഓർത്തെടുക്കേണ്ടതാണ്. Debate with Madhu Saji.